യേശുവിൻ്റെ പീഡാനുഭവരംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. അധ്യായം 27. ഈശോ പീലാത്തോസിൻ്റെ പക്കലേക്ക്. പട്ടണത്തിലെ ജനനിബിഡമായ പ്രദേശത്തോടുകൂടെയാണ് യേശുവിനെ അവർ പീലാത്തോസിൻ്റെ പക്കലേക്ക് കൊണ്ടുപോയത്. ആ ഘോഷയാത്ര സിയോൻ പർവ്വതത്തിൻ്റെ വടക്കുഭാഗത്തുകൂടി സാവകാശം താഴോട്ടിറങ്ങിയ ശേഷം ദേവാലയത്തിൻ്റെ കിഴക്ക് അക്ര എന്ന് വിളിക്കപ്പെടുന്ന കോട്ടയുടെ വശത്തുകൂടി കടന്ന് പീലാത്തോസിൻ്റെ അരമന ലക്ഷ്യമാക്കി നീങ്ങി. ദൈവത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു വലിയ നടുക്കടത്തിന് അഭിമുഖമായാണ് അരമന സ്ഥിതി ചെയ്യുന്നത്. കയ്യാഫാസും അന്നാസും ആലോചന സംഘത്തിലെ മറ്റു പല പ്രമുഖരും തിരുനാൾ വേഷത്തിൽ മുമ്പിൽ നടന്നു. നിയമജ്ഞരുടെയും മറ്റു യഹൂദരുടെയും വലിയ ഒരു ഗണം അവരെ അനുഗമിച്ചു. ഈശോയിൽ കുറ്റമാരോപിക്കാൻ മുൻകൈയെടുത്ത ദുഷ്ടരായ ഫരിസയരും കള്ളസാക്ഷികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈശോ അല്പം പിന്നിലായി നടന്നു. വില്ലാളികളാൽ നയിക്കപ്പെട്ട അവിടുത്തെ ചുറ്റും ഒരു ഗണം പടയാളികൾ ഉണ്ടായിരുന്നു. ജനക്കൂട്ടം നാനാഭാഗങ്ങളിൽ നിന്നും ഉച്ചത്തിൽ ആണയിട്ടും ശാപവാക്കുകൾ ചൊരിഞ്ഞും മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ചിലർ അലക്ഷ്യമായി ഓടുന്നതും കാണാമായിരുന്നു. അവർ വാരിയെറിഞ്ഞ ചെളി ഈശോയുടെ വസ്ത്രത്തിൽ നിറഞ്ഞ് കറയായി. ഈശോ ധരിച്ചിരുന്ന വസ്ത്രം എല്ലാം തന്നെ അവർ ഉരിഞ്ഞു മാറ്റി. കഴുത്തിൽ അണിയിച്ച ചങ്ങല നടക്കുമ്പോൾ കാൽമുട്ടുകളിൽ അടിച്ച് അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. അവൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി. അരയിൽ കെട്ടിയ കയർ പിടിച്ച് വില്ലാളികൾ വലിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഈശോ ആടിയുലഞ്ഞ് മുന്നോട്ട് നീങ്ങി. രാത്രിയിൽ നടന്ന പീഡനങ്ങളുടെ ഫലമായി അവനെ തിരിച്ചറിയുവാൻ വിഷമമായിരുന്നു. നീരിവെച്ച മുഖത്തുകൂടി രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇത്രയധികം വേദനിപ്പിച്ച നിലയിലും കാരുണ്യം തീണ്ടിയിട്ടില്ലാത്ത ആ മർദ്ദകരുടെ ക്രൂരത നിമിഷം തോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പീഡനങ്ങളുടെ മധ്യേ നടക്കാൻ പോകുന്ന പട്ടണപ്രവേശനം ഓശാന ഞായറാഴ്ച നടന്ന ആഘോഷപൂർവമായ ജെറുസലേം നഗരപ്രവേശനത്തിന്റെ ഒരു ഹാസ്യ അനുകരണമാക്കി മാറ്റുന്നതിന് വേണ്ടി ദുഷ്ടന്മാരുടെ വലിയൊരു സംഘത്തെ അവർ സംഘടിപ്പിച്ചു. അവർ അവനെ പരിഹസിച്ച് അപഹാസ്യമായ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് രാജാവ് എന്ന് വിളിച്ച് കല്ലുകളും മരകഷ്ണങ്ങളും വഴിയിൽ വലിച്ചെറിയുകയും കീറത്തുണികൾ വിരിക്കുകയും ചെയ്തു. പ്രബോധനത്തിന് യേശു ഉപയോഗിച്ച തിരുവചനങ്ങൾ എടുത്തു പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടും അവർ ആഘോഷപൂർവകമായ നഗരപ്രവേശനത്തിന്റെ ഹാസ്യ അവതരണം നടത്തി. കയ്യാഫാസിന്റെ വീട്ടിൽ നിന്നും വളരെ അകലെയല്ലാത്ത ഒരു കെട്ടിടത്തിന്റെ മൂല ചേർന്ന് ഈശോയുടെ അമ്മയും യോഹന്നാനും മഗ്ദലനയും അവിടുത്തെ വരവും പാർത്ത് നിന്നിരുന്നു. മാതൃസ്നേഹത്താൽ ജ്വലിച്ച ആ അമ്മ അവിടുത്തെ അരികിലെത്തുവാൻ സർവ്വവിധേയനം പരിശ്രമിച്ചു. കയ്യാഫാസിന്റെ നീതിന്യായ കോടതി രാത്രി സന്ദർശിച്ച ശേഷം ക്ഷീണിച്ചു തളർന്ന അവർ സംസാരിക്കാനാവാതെ കുറച്ചു സമയം ഭോജനശാലയിൽ കഴിച്ചുകൂട്ടി. എന്നാൽ ഈശോയെ വലിച്ചിഴച്ച് വിദ്യാളന്മാരുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് കണ്ട് അവർ എഴുന്നേറ്റ് മേലങ്കി ധരിച്ച് ശിരസ്സുമുടി മഗ്ദലനയോടും യോഹന്നാനോടും പറഞ്ഞു, പീലാത്തോസിന്റെ ന്യായാസനത്തിലേക്ക് നമുക്ക് പോകാം. എനിക്ക് അവനെ ഒരിക്കൽ കൂടി കാണണം. ഘോഷയാത്ര കടന്നു പോകേണ്ടിയിരുന്ന വഴിയിൽ അവർ കാത്തുനിന്നു. തൻ്റെ മകൻ വളരെയധികം സഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. എന്നാൽ ഇത്രയും പരിതാപകരവും ഹൃദയഭേദകവുമായ സ്ഥിതിയിൽ അവൻ എത്തിയിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുവാൻ പോലും അവൾ കഴിയുമായിരുന്നില്ല. യേശുവിൻ്റെ വിശുദ്ധി, സ്നേഹം, ക്ഷമ എന്നിവ അവൻ്റെ കഠിനമായ സഹനത്തെ താങ്ങുകയും പ്രകാശമനമാക്കുകയും ചെയ്യുന്നതായി അവൾ കണ്ടു. എന്നാൽ അവൻ്റെ അവസ്ഥ അവൾ നേരിൽ കണ്ടു. ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ നീണ്ട മനോഹരമായ മേലങ്കി ധരിച്ച പുരോഹിതരായിരുന്നു. കഷ്ടം, സർവശക്തനായ ദൈവത്തിന്റെ പുരോഹിതർ എന്ന നിലയിൽ പ്രഭാപൂരിതരായി പ്രത്യക്ഷപ്പെടേണ്ട അവൻ പിശാചിന്റെ പുരോഹിതരായി രൂപാന്തരപ്പെട്ടതുപോലെ തോന്നി. ഹൃദയത്തിൽ നിറഞ്ഞ ദുഷ്ടവിചാരങ്ങളെയും ചതിയും നാരകീയ വക്രതയും ദൈവത്തിന്റെ ഏകജാതനെ ക്രൂശിലേറ്റാനുള്ള വ്യഗ്രതയും അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് കണ്ടു. അവർക്ക് പിന്നിൽ മുറവിളി കൂട്ടുന്ന ജനക്കൂട്ടത്താൽ ചുറ്റപ്പെട്ട കള്ളസാക്ഷികൾ. തുടർന്ന് ദൈവപുത്രനും മനുഷ്യപുത്രനുമായി ഈശോ ആനയിക്കപ്പെട്ടു. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട
അവൻ നിവർന്നു നിൽക്കുവാൻ വിഷമിച്ചു. എന്നിട്ടും ശത്രുക്കൾ അവന് നിഷ്കരണം വലിച്ചിഴയ്ക്കുകയും അടിക്കുകയും ഉന്തുകയും തള്ളുകയും ചെയ്തുകൊണ്ടിരുന്നു. വൃത്തിഹീനമായ വസ്ത്രങ്ങളിൽ തൻ്റെ മകനെ തിരിച്ചറിയാൻ അവളുടെ മാതൃനയനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. സഹനത്തിന്റെയും പീഡനങ്ങളുടെയും മധ്യേ അവിടുത്തെ ശാന്തശീലനും തന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കണമേ എന്ന നിത്യപിതാവിനോട് പ്രാർത്ഥിക്കുന്നവനുമായി കാണപ്പെട്ടു. പ്രിയപ്പെട്ട മകൻ അടുത്തെത്തിയപ്പോൾ സ്നേഹധനമായ അമ്മ വിലപിച്ച് വിളിച്ചു പറഞ്ഞു, എത്ര ദയനീയം! എൻ്റെ മകനാണോ ഇത്? അതെ, ഹാ എൻ്റെ ഓമനപുത്രൻ! ഓ ഈശോ, എൻ്റെ ഈശോ, തിരുകുമാരൻ ഈശോ! അവൾ നിന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഈശോ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി അവളെ നോക്കി. അരുമസുതന്റെ ഈ നോട്ടം താങ്ങുവാൻ സാധിക്കാതെ അമ്മ ബോധരഹിതയായി. യോഹന്നാനും മഗ്ദലനയും കൂടി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്നുണർന്ന് അവൾ ഈശോയുടെ പ്രിയശിഷ്യന്റെ കൂടെ പിലാത്തോസിന്റെ അരമനയിലേക്ക് നടന്നു. ഈശോയെ കാണുന്നതിനായി ഓഫയിൽ പട്ടണവാസികൾ ഒരുമിച്ച് തുറസായ ഒരു സ്ഥലത്ത് നിന്നു. എന്നാൽ ആശ്വാസം നൽകുന്നതിന് പകരം ആപത്ത് നേരം സുഹൃത്തുക്കളാൽ പരിത്യക്തനാകുന്നതിന്റെ കഠിനമായ മനോവാദന അവിടത്തേക്ക് നൽകി. ഓഫേൽ നിവാസികൾക്ക് വേണ്ടി ഈശോ വളരെ കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ അവൻ ബന്ധനസ്ഥനായപ്പോൾ അവരുടെ വിശ്വാസം ക്ഷയിച്ചു. അവിടുന്ന് രാജാവോ പ്രവാചകനോ ദൈവപുത്രനോ മിശിഹായോ ആണെന്ന് വിശ്വസിക്കുവാൻ അവർ കഴിയാതെയായി. ഈശോയുണ്ടായിരുന്ന അവരുടെ മതിപ്പും ആദരവും പരാമർശിച്ചുകൊണ്ട് ഫരിസേയർ പരിഹസിച്ച് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ രാജാവിനെ കണ്ടാലും അഭിവാദനം അർപ്പിച്ചാലും അവൻ മുടി ധരിപ്പിക്കുകയും സിംഹാസനാവുകയും ചെയ്യുവാൻ പോകുന്ന ഈ അവസരത്തിൽ നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കുന്നില്ലേ? അവന്റെ പ്രശംസനീയമായ അത്ഭുതങ്ങളുടെ അവസാനം ആയിരിക്കുന്നു. തന്ത്രങ്ങൾക്കും സൂത്രങ്ങൾക്കും പ്രധാന പുരോഹിതന്മാർ അന്ത്യം കുറിച്ചിരിക്കുന്നു. ഈശോ ചെയ്ത അത്ഭുതങ്ങളും രോഗശാന്തികളും അവസ്മരണമായിരുന്നിട്ടും ആരാധന എന്ന് കരുതപ്പെട്ടിരുന്ന പ്രധാന പുരോഹിതരും സന്നിധി അംഗങ്ങളും ഈശോയെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് കണ്ട് അവരുടെ വിശ്വാസം ഇളക്കം തട്ടി. ചിലർ സംശയം തിരിച്ചുപോയി, മറ്റു ചിലർ ജനങ്ങളോടൊപ്പം ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ വിപ്ലവവും പ്രക്ഷോഭവും തടയുവാൻ ഫരിസേയർ അയച്ച ഭടന്മാർ അവരെ അതിന് അനുവദിച്ചില്ല.